സോ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ചത്തെ അതായത് നെക്സ്റ്റ് വീക്കിലെ കുറച്ച് ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഈ ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ മറക്കാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ട്രേഡേഴ്സ് കമ്മ്യൂണിറ്റിയിലേക്ക് എന്താണ് ആക്സസ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് USD/JPY ആണ്. USD/JPYയിൽ നമുക്ക് ട്രേഡ് ഉണ്ടോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് കേട്ടോ. സോ USD/JPYയിൽ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് നമുക്ക് ട്രേഡ് ഉണ്ടോ എന്നുള്ളതാണ്. സോ USD/JPYയിൽ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബ്രേക്കോ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. സോ ബ്രേക്കോ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് അവസാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഓർഡർ ബ്ലോക്ക് നമ്മൾ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു റേഞ്ച് എത്തണം. ഓക്കെ, ഈ ഒരു റേഞ്ച് എത്തിയാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഓർഡർ ബ്ലോക്കിൽ ഒരു എൻട്രി ഉള്ളൂ. സോ ഇവിടെ FEGസും കാര്യങ്ങളൊന്നും ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇനി മാർക്കറ്റ് മേളിലെത്തണം. അതേപോലെ തന്നെ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഗോൾഡിൽ നിങ്ങൾ നോക്കിക്കോ. ഗോൾഡിൽ നമുക്ക് ഇനി എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ അതാ ഈ ഒരു ഏരിയ ഉണ്ട്. സോ ഇത് 1 hour ടൈം ഫ്രെയിം ആണ്. 1 hour ടൈം ഫ്രെയിം തന്നെ നമുക്ക് ഈ ഒരു എൻട്രി ഏരിയ ഉണ്ട്. അതായത് ഇതാ ഈ ഒരു ഓർഡർ ബ്ലോക്ക് എൻട്രി ഉണ്ട്. ഇനി മാർക്കറ്റ് എന്ത് ചെയ്യണം, ഇവിടുന്ന് മെല്ലെ ഡൗൺ സൈഡ് പോയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യണം, ഈ ഒരു ഡൗൺ സൈഡ് എത്തണം. ഓക്കെ, സോ മാർക്കറ്റ് എന്തായാലും ഇവിടെ തന്നെ ഡൗൺ സൈഡ് എത്താനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. സോ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യാണ്. ഗോൾഡിൻ്റെ ഈ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് GBP/USD ആണ്. GBP/USD ആണ് നമ്മൾ അടുത്തതായിട്ട് എൻട്രി നോക്കാൻ പോകുന്നത്. സോ GBP നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും GBP ഓൾറെഡി അപ്സൈഡ് പോയതാണ്. സോ ഇവിടുത്തെ ഒരു ഓർഡർ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് പോയി. ഇനി നമുക്ക് എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ഡൗൺ സൈഡിലേക്ക് ഇറങ്ങി വരണം. സോ നമുക്ക് GBP/USDയിൽ നമുക്ക് എൻട്രിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ BTC/USDയിലാണ്. BTC/USD നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മളൊരു എൻട്രി ഓൾറെഡി ഇവിടെ റണ്ണിങ് ആണ്. ഓക്കെ, സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 16-ാം തീയതി ഇട്ട എൻട്രിയാണ്. ഏകദേശം വ്യാഴാഴ്ചയാന്ന് തോന്നുന്നു ആ ഒരു എൻട്രി ഇട്ടത്. സോ ആ ഒരു എൻട്രി എന്ന് പറയുന്നത് ഇപ്പോഴും റണ്ണിങ് ആണ്. കാരണം മാർക്കറ്റിൽ വോളിയം കുറവായിരുന്നു. കാരണം ഗുഡ് ഫ്രൈഡേൻ്റെ ഹോളിഡേയും പിന്നെ ശനി ഞായറൊക്കെ അതിൻ്റെ ഹോളിഡേയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് മൂവ്മെൻ്റ് ഇല്ല, കുറവാണ്. സോ ഇനി മാർക്കറ്റ് വെയിറ്റ് ചെയ്യാണ്. എവിടെ തിങ്കളാഴ്ച നാളെ തന്നെ ആകുമ്പോഴേക്കും ഇനി മാർക്കറ്റിൽ എന്തായാലും ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് നാസ്ഡാക്ക് ആണ്. നാസ്ഡാക്കിൽ നമ്മൾ ഒരു എന്താ പറയണത്, ഒരു കറക്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റും ഇല്ല. കാരണം ഒരു താരിഫ് വാറും കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കറക്റ്റ് മൂവ്മെൻറ്റും കാര്യങ്ങളും കിട്ടുന്നുള്ളത് പ്രതീക്ഷിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല. സോ ഇനി അടുത്തത് US ഓയിലാണ്. US ഓയിലിൽ നമുക്ക് പ്രത്യേകിച്ച് എൻട്രീസ് ഒന്നുമില്ല. പക്ഷേ ഈ ഒരാഴ്ച നമുക്ക് അടിപൊളി എൻട്രീസ് കിട്ടാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, സോ അടുത്തതെന്ന് പറയുമ്പോൾ എതേറിയാണ്. എതേറിയത്തിൽ നമുക്ക് ഓൾറെഡി ഒരു എൻട്രി TP അടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ വെയിറ്റിംഗ് ആണ് അടുത്ത എൻട്രിക്കുള്ളത്. സോ ആ എൻട്രി എന്ന് പറയുന്നത് ഇവിടെയാണ്. ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഈ ഒരു അടിയത്തെ ഈ ഒരു സാധനമാണ്. സോ ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് അടുത്ത ഓർഡർ ബ്ലോക്ക് ഉള്ളത്. നമ്മൾ ഈ ഓർഡർ ബ്ലോക്ക് നീട്ടി വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് അടുത്ത ഓർഡർ ബ്ലോക്ക് ഉള്ളത്. ഓക്കെ, സോ ഇത് ഈ ഒരു റേഞ്ചിൽ എത്തിയാലേ ഇനി നമുക്ക് അടുത്ത എൻട്രി എന്ന് പറയാൻ പറ്റുള്ളൂ. സോ അടുത്തതെന്ന് പറയുന്നത് AUD/USD ആണ്. ഇത് നമ്മളുടെ റേഞ്ചിലുള്ള കറൻസി അല്ല. നമ്മൾ ഇത് ഒരു നമ്മളൊരു സബ്സ്ക്രൈബറിൻ്റെ അഭ്യർത്ഥന പ്രകാരം നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, AUD/USD. സോ അതും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കറൻസി വേണോ, നിങ്ങൾ ഓരോ വീഡിയോയിലും നമ്മൾ ഓരോ കറൻസി ആയിട്ട് ഉൾപ്പെടുത്തും. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇത് രേഖപ്പെടുത്തിയാൽ മതി. ഏതാ നിങ്ങൾക്ക് വേണ്ടത്, ഏതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു AUD/USDയിൽ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് കറൻസി പേഴ്സിൽ ട്രേഡും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഇപ്പോഴും ഒരു മൂവ്മെൻ്റ് ഇല്ലാത്ത രീതിയിലാണ് അവസാനിപ്പിച്ചത്. കാരണം ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് വലിയ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ നമ്മൾ കണ്ടില്ല. നമുക്കിപ്പോൾ ആകെയുള്ളത് ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ളത് ഇവിടെ ബിറ്റ്കോയിൻ ആണ്. ബിറ്റ്കോയിനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല രീതിയിൽ നല്ല എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ എന്താ പറയുക, ബിറ്റ്കോയിൻ എന്തായാലും ഇനി നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കാണും. നാളെ എന്തായാലും നല്ലൊരു മൂവ്മെൻറ്റും കാണും. കാരണം ഇപ്പോൾ ചൈന ഏകദേശം 1500 ബിറ്റ്കോയിൻ വിറ്റു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ ഇതെന്തായാലും അധികകാലം നിൽക്കൊന്നുമില്ല, കുറച്ച് കാലം തന്നെ ഉണ്ടാവുള്ളൂ. സോ എന്തായാലും നാളെ നമ്മൾ നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എല്ലാം നമ്മൾ കവർ ചെയ്തു. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനലിലെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.